സോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തേർഡ് യൂണിറ്റ് ആണ്. തേർഡ് യൂണിറ്റ് മോട്ടിവേഷൻ ആൻഡ് ലേണിംഗ് ആണ്. സോ ഫസ്റ്റ് നമുക്ക് മോട്ടിവേഷൻ എന്താണെന്ന് നോക്കാം. എന്താ മോട്ടിവേഷൻ? മോട്ടിവേഷൻ ഇസ് എ പവർഫുൾ ഫോഴ്സ് ദാറ്റ് ഡ്രൈവ്സ് us to pursue our goals and achieve our dreams. അതായത് എന്താണെന്ന് പറയുന്നത്, ഒരു ഫോഴ്സ് ആണ് അല്ലേ, കാണാൻ പറ്റുന്ന ഒരു കാര്യമല്ല, അല്ല, നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ്, ഒരു പവർഫുൾ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഈ മോട്ടിവേഷൻ എന്താ നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത്? നമ്മുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ എല്ലാം നമുക്ക് എന്ത് വേണം? ഈ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് വേണം. ഓക്കെ, അപ്പം എന്താ ഈ ഫോഴ്സ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ദ ഫോഴ്സ് ദാറ്റ് പ്രൊപ്പൽസ് us to get out of bed in the morning, to go to work, to study, to exercise and to do all the things that make life meaningful. അതായത് എന്താ പറയുന്നത്, ഇപ്പൊ ഞാൻ പറയാം, ടു ഗോ ടു വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ടു ഗോ ടു വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് അവിടെ നമ്മൾ മുന്നിൽ കാണുന്ന എന്താണ്? വർക്ക് ചെയ്താൽ നമുക്ക് സാലറി കിട്ടും അല്ലേ? ആ സാലറി കൊണ്ട് നമുക്ക് ചെയ്യാൻ കുറെ കാര്യങ്ങൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കും. സോ അതെന്താണ്? അതൊരു ഫോഴ്സ് ആണ്, ആ ഒരു ഫീലിംഗ് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയാ, എന്തുകൊണ്ട് നമ്മൾ ആ കാര്യം ചെയ്യുന്നു അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ആ ഒരു ഫോഴ്സിനെയാണ് നമ്മൾ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. സോ മോട്ടിവേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാ ഡിറൈവ് ചെയ്ത? ആ വേർഡ് വന്നിരിക്കുന്ന ഇവിടുന്ന് ലാറ്റിൻ നിന്നാണ്. ഓക്കെ, മോട്ടിവേഷൻ ഇസ് ഡിറൈവ്ഡ് ഫ്രം ലാറ്റിൻ വേർഡ് മൊവീർ. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ എന്താണ്? മൂവ്മെന്റ് ഓഫ് ആക്ടിവിറ്റി. മൂവ്മെന്റ് ഓഫ് ആക്ടിവിറ്റിയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോട്ടിവേഷൻ എന്ന് പറയുന്നത്. പിന്നെ സിമ്പിൾ വേർഡ്സിൽ പറഞ്ഞാൽ മോട്ടിവേഷൻ എന്താണെന്നാണ് പറയുന്നത്? ഇൻ സിമ്പിൾ വേർഡ്സ് മോട്ടിവേഷൻ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് വാട്ട് മൂവ്സ് ദ ബിഹേവിയർ. വാട്ട് മൂവ്സ് ദ ബിഹേവിയർ, ബിഹേവിയറിനെ എന്താണോ അതിന് കാരണമാകുന്നത് അതിനെയാണ് നമ്മൾ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ചുരുക്കത്തിൽ നമ്മൾ പറഞ്ഞ മോട്ടിവേഷൻ എന്തായി? നമ്മുടെ ഒരു പെർട്ടിക്കുലർ ബിഹേവിയറിന്റെ കാരണം എന്താണോ അതിനെയാണ് നമ്മൾ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അടുത്ത് നമുക്ക് നോക്കാം ഡെഫിനിഷൻസ് എന്തൊക്കെയാണെന്ന്. രണ്ട് ഡെഫിനിഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ഒന്ന് മെറിയം വെബ്സ്റ്റർ ഡെഫിനിഷൻ ആണ്. മോട്ടിവേഷൻ എന്താണെന്ന് പറയുന്നത്, ദ ആക്ട് ഓർ പ്രോസസ് ഓഫ് ഗിവിംഗ് സംവൺ എ റീസൺ ഫോർ ഡൂയിങ് സംതിങ്. കണ്ടോ, അവിടെ പറയുന്നത് എന്താണ്? ദ റീസൺ ഫോർ ഡൂയിങ് സംതിങ്, അതിന്റെ ആ പ്രോസസ്സിനെയാണ് പറയുന്നത് മോട്ടിവേഷൻ. പിന്നെ എന്താണ് വെൽസൺ ആൻഡ് സ്റ്റെയ്നർ പറയുന്നത്? മോട്ടീവ് ഈസ് എൻ ഇന്റേണൽ സ്റ്റേറ്റ് ദാറ്റ് എനർജൈസസ്, ആക്ടിവേറ്റ്സ്, മൂവ്സ് ആൻഡ് ഡയറക്ട്സ് ഓർ ചാനൽസ് ബിഹേവിയർ ഗോൾസ്. അതായത് മോട്ടീവ് എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞത്? നമ്മുടെ ഒരു ഇന്റേണൽ സ്റ്റേറ്റ് ആണ്. ഓക്കെ, ഒരു മൈൻഡിന്റെ ഒരു സ്റ്റേറ്റ് ആണ്. ആ സ്റ്റേറ്റ് എന്താ ചെയ്യുന്നത്? അത് എനർജൈസ് ചെയ്യും, അത് ആക്ടിവേറ്റ് ചെയ്യും. എന്ത് ചെയ്യാനാണ്? ബിഹേവിയറൽ ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് ചെയ്യും. ഓക്കെ, സോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ക്രോ ആൻഡ് ക്രോയുടെ ഡെഫിനേഷൻ നോക്കാം. ക്രോ ആൻഡ് ക്രോ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട് മോട്ടിവേഷൻ എന്ന് പറഞ്ഞ ഫാക്ടറെ കുറിച്ച്. എന്താ പറയുന്നത്? അക്കോർഡിംഗ് ടു ദ റിനൗൺഡ് സൈക്കോളജിസ്റ്റ് ക്രോ ആൻഡ് ക്രോ, മോട്ടിവേഷൻ ഈസ് എ ഫണ്ടമെന്റൽ ഡ്രൈവിംഗ് ഫോഴ്സ് ബിഹൈൻഡ് ഹ്യൂമൻ ബിഹേവിയർ. ഹ്യൂമൻ ബിഹേവിയറിന്റെ കാരണം എന്താണെന്നാണ് പറയുന്നത്? മോട്ടിവേഷൻ ആണെന്ന് പറയുന്നത്. ഓരോ കാര്യത്തിനും, ഇപ്പൊ ഒരു ക്രൈം ചെയ്യുന്നതിനും എന്തുണ്ട്? ഒരു മോട്ടീവ് ഉണ്ട്. ഓക്കെ, ഒരു നല്ല കാര്യം ചെയ്യുന്നതിനും എന്തുണ്ട്? ഒരു മോട്ടീവ് ഉണ്ട്. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും എന്തുകൊണ്ട് നമ്മൾ ആ കാര്യം ചെയ്യുന്നു അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ദേ ഡിഫൈൻ മോട്ടിവേഷൻ ആസ് ദ പ്രോസസ് ഓഫ് അറൗസിങ്, സസ്റ്റെയിനിങ് ആൻഡ് റെഗുലേറ്റിംഗ് ആക്ടിവിറ്റി. എന്താ പറയുന്നത്? എ പ്രോസസ് ഓഫ് അറൗസിങ്, സസ്റ്റെയിനിങ് ആൻഡ് റെഗുലേറ്റിംഗ്. അറൗസിങ് എന്ന് പറഞ്ഞാൽ എന്താ? എന്തുകൊണ്ട് നമ്മളത് ചെയ്തു തുടങ്ങുന്നതും അത് ചെയ്തുകൊണ്ടിരിക്കുന്നതും അതെങ്ങനെ ചെയ്യുന്നു എന്നുള്ളതും ആ ഒരു അതിനെ എന്ത് പറയുന്നു നമ്മൾ? അതിനെയാണ് നമ്മൾ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഒരു ആക്ടിവിറ്റിയെ നമ്മൾ ചെയ്തു തുടങ്ങുന്നത്, ചെയ്തുകൊണ്ടിരിക്കുന്നത്, ശരിക്ക് ചെയ്യുന്നത്, അതെന്താണ്? മോട്ടിവേഷൻ കാരണമാണ്. This means that motivation is not a single event, but rather a dynamic and ongoing process that energizes, directs and maintains our action towards achieving our goals and desires. അതായത് മോട്ടിവേഷൻ എന്ന് പറയുന്ന ഒരു സിംഗിൾ ഇവന്റ് ആണോ? അല്ല, അതെന്താണ്? ഒരു ഓൺഗോയിങ് പ്രോസസ് ആണെന്നാണ് പറയുന്നത്. നമ്മുടെ ഒരു എന്താ പറയുക, സസ്റ്റെയിൻ ചെയ്യുന്ന ഒരു ഫീലിംഗ് ആണ്. ഓക്കെ, ആ ഒരു മോട്ടിവേഷൻ എന്ത് ചെയ്യും? അത് നമ്മളുടെ ഉള്ളിൽ എപ്പോഴും കാണും. അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്നത്, നമ്മുടെ ഡിസയേഴ്സ് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇതിനെല്ലാം നമുക്ക് എന്ത് വേണം? മോട്ടിവേഷൻ വേണം. അപ്പൊ ഈ മോട്ടിവേഷൻ ഉണ്ടാവണമെങ്കിൽ ബയോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്, സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്, സോഷ്യൽ ഫാക്ടേഴ്സ് ഉണ്ട്. ഇതെല്ലാം എന്താണ്? മോട്ടിവേഷന് കാരണമാകുന്നുണ്ട്. പിന്നെ ഇത് രണ്ട് തരമുണ്ട്. ഇതും ക്രോ ആൻഡ് ക്രോയുടെ തന്നെ സ്റ്റഡീസിൽ വരുന്നതാണ്. രണ്ട് തരം മോട്ടിവേഷൻ ഉണ്ട്. വൺ ഇസ് കോൾഡ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ, രണ്ടാമത്തെ എന്താണ്? എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ. അപ്പം പിന്നെ പറയുന്നത് എന്താണ്? ക്രോ ആൻഡ് ക്രോ emphasize the vital importance of motivation in the educational context as it is a predeterminant of student engagement, learning and academic performance.
എന്താ പറയുന്നത്? ക്രോ ആൻഡ് ക്രോ എന്ന് പറയുന്ന എഡ്യൂക്കേഷണൽ സൈക്കോളജി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച 2 സൈക്കോളജിസ്റ്റ് ആണ് അല്ലെ. നമ്മൾ പലയിടത്തും ക്രോ ആൻഡ് ക്രോയുടെ റെഫറൻസസ് കണ്ടു. അപ്പൊ ക്രോ ആൻഡ് ക്രോ പറയുന്നത് എഡ്യൂക്കേഷണൽ കോണ്ടെക്സ്റ്റില് ഈ മോട്ടിവേഷന് വളരെ വലിയൊരു റോൾ ഉണ്ടെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ്? ഈ മോട്ടിവേഷൻ ആണ് സ്റ്റുഡന്റിന്റെ എന്ത് ഡിറ്റർമൈൻ ചെയ്യുന്നത്? അക്കാഡമിക് പെർഫോമൻസ് തന്നെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇപ്പൊ നന്നായിട്ട് മോട്ടിവേറ്റഡ് ആയിട്ട് ഗോൾസ് സെറ്റ് ചെയ്ത് ഗോൾ ഓറിയന്റഡ് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു കുട്ടിയെ നമുക്ക് എന്ത് ചെയ്യാം? നന്നായിട്ട് പഠിപ്പിക്കാം അല്ലേ. ആ കുട്ടി ഓൾറെഡി എന്താണ്? മോട്ടിവേറ്റഡ് ആണ്. അപ്പൊ ഈ മോട്ടിവേഷൻ ക്രിയേറ്റ് ചെയ്യുക കുട്ടികളുടെ എന്ത് മോട്ടിവേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ കുട്ടി പഠിക്കും, അല്ലെങ്കിൽ ആ കുട്ടി അവരുടെ ഗോൾസ് അച്ചീവ് ചെയ്യും. ഓക്കെ, സോ ഈ മോട്ടിവേഷൻ എന്തുണ്ട്? ഒരു വലിയ റോൾ ഉണ്ട് എന്തില്? ലേണിംഗ് പ്രോസസ്സിൽ. Okay, so by understanding and effectively harnessing the principles of motivation, educators can create learning environments that foster a love of learning, encourage self-directed exploration and inspire students to reach their full potential. അതായത് ഒരു കുട്ടിയെ മോട്ടിവേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ മോട്ടിവേഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് അതിന്റെ പ്രിൻസിപ്പിൾസ് മനസ്സിലാക്കാൻ കഴിയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ പ്രിൻസിപ്പിൾസ് നമുക്ക് ലേണിംഗ് എൻവയോൺമെന്റിൽ ഇംപ്ലിമെന്റ് ചെയ്യാം. ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ പ്രിൻസിപ്പിൾസ് നമ്മുടെ കുട്ടിയെ മോട്ടിവേറ്റഡ് ആക്കും. മോട്ടിവേറ്റഡ് ആയ ഒരു കുട്ടി എന്ത് ചെയ്യും? ആ കുട്ടിയുടെ ഫുൾ പൊട്ടൻഷ്യലിൽ വർക്ക് ചെയ്യും, ഗോൾസ് അച്ചീവ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അതിപ്പോൾ എന്തൊക്കെയാണെങ്കിലും ലേണിംഗ് ഫണ്ണാക്കുക, അല്ലെങ്കിൽ എന്താണ് സെൽഫ് ഡയറക്റ്റ്, തന്നെ പഠിക്കാനുള്ള ഒരു മോട്ടിവേഷൻ അല്ലേ, അങ്ങനെയൊക്കെ കൊടുക്കാൻ നമുക്ക് കുട്ടികൾക്ക്. തന്നെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ആഗ്രഹം കുട്ടിയുടെ മനസ്സിലിടുക. അതേപോലെ തന്നെ എന്താണ്, നന്നായിട്ട് ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന പോലെ നമുക്ക് പ്രേരിപ്പിക്കാം. സോ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോട്ടിവേഷൻ, അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ കോണ്ടെക്സ്റ്റിൽ മോട്ടിവേഷന്റെ ഇമ്പോർട്ടൻസ് പറയുന്നത്.